കർഷകരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ കർഷകരുടെ പാർലമെന്റ് മാർച്ച്. ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ച മാർച്ചിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരും പങ്കെടുത്തു. കർഷകർക്ക് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധതയ്ക്കെതിരെ 10,000-കണക്കിന് കർഷകരാണ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തെത്തിയത്. ഇന്നലെ ഡൽഹിയിലേക്ക് 5 റാലികളായി എത്തിയ കർഷകർ രാംലീല മൈതാനത്ത് സംഗമിച്ച ശേഷം രാവിലെയാണ് പാർലമെന്റ് മാർച്ച് നടത്തിയത്. രാജ്യത്തെ 207 കർഷക സംഘടനകൾ കിസാൻ മുക്തി മാർച്ചിൽ പങ്കെടുത്തു. തങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കും കർഷക മാർച്ച് വേദിയായി. രാഹുൽ ഗാന്ധി, ശരത് പവാർ, ഫറൂഖ് അബ്ദുള്ള, സീതാറാം യെച്ചൂരി, കെജ്രിവാൾ തുടങ്ങിയ നേതാക്കളും മാർച്ചിനൊടുവിലെ രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്തു. മോദി വ്യവസായികളുടെ കടമെഴുതി തള്ളിയെങ്കിൽ കർഷകരുടെയും കടമെഴുതി തള്ളണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. 15 मित्रों को 3,50,000 करोड़ रुपए दे सकते हो तो हमारी मेहनत के लिए, हमारे खून के लिए, हमारे पसीने के लिए भी आपको हमें कर्जा माफ करके देना ही पड़ेगा. രാഹുൽ ഗാന്ധിയും കെജ്രിവാളും ഒരേ വേദിയിൽ കർഷകർക്കായി എത്തിയെന്നതും ശ്രദ്ധേയമായി. കർഷകരെ മോദി പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ട കർഷകരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി അണിനിരുന്നു കഴിഞ്ഞുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. കാർഷിക കടം മൂലം ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടികളുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകരും മാർച്ചിൽ പങ്കെടുത്തു. റോബിൻ മാത്യു മറ്റത്തിൽ, മീഡിയ 1, ഡൽഹി.